Hi, hello, everybody. Very morning, very morning, very morning. Very happy day. Very morning. പിന്നെ കുളിയുണ്ട്. കുളി വിട്ട കളിയില്ല. ഇനി കുളി വിട്ട കളിയില്ല. ഞാൻ ഒന്ന് മുഖമെടുത്ത് നിർത്തിയതാ. ഞാനേ നമ്മളൊരു പ്രതിഷേധത്തിലേക്കോ ഒരു പ്രതികരണത്തിലേക്കോ അല്ല എത്തിക്കുന്നത് എന്തായിരിക്കും? നമ്മളെ അനുഭവങ്ങളായിരിക്കും. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ലേഡി, എൻ്റെ സ്ഥാപനത്തിലെ ലേഡി പറഞ്ഞു, ടീച്ചറെപ്പോലെ ഒരിക്കലും എനിക്കാവാൻ പറ്റൂല എന്ന്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന എന്താന്ന് പറഞ്ഞാൽ അവരത്രയും സേഫായിട്ട്, അത്രയും പ്രൊട്ടക്ഷനിൽ, അത്രയും ഇതിൽ ജീവിച്ചൊരു ലേഡി ആയതുകൊണ്ട് അവർക്ക് പറ്റാത്ത. പക്ഷെ എനിക്ക് പറ്റുന്നത് എന്തുകൊണ്ടാണ്? എനിക്കെന്തുകൊണ്ടാണ് പറ്റുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊരു സംവിധാനത്തിനോ വി ഐ പിസിനോ അല്ലെങ്കിൽ ഒരു തലപ്പത്തിരിക്കുന്ന ആൾക്കൊക്കെ ഒരു സാധാരണ വട്ടപൂജ്യമായ ഒന്നുമില്ലാത്ത ഒരാൾ, അതായത് ഫാമിലി സപ്പോർട്ടില്ല, പൈസയില്ല, ഒന്നുമില്ല, സാധാരണ ഒരു ചെറിയ ജോലി, ഗസറ്റഡ് ഓഫീസറല്ല, ഹൈ പൊസിഷനില്ല, ഒന്നുമില്ല, എനിക്കൊന്നുമില്ല. അപ്പം എന്നെപ്പോലെയുള്ളൊരാൾ പ്രതികരിക്കുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. എനിക്കും ഞാൻ ഈ കേരളത്തിൽ ജീവിക്കുന്ന ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്കും എല്ലാം അറിയാം. നഗ്നതേൻ്റെ കാഠിന്യം അറിയാം, സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ കാഠിന്യം എനിക്കറിയാം, എൻ്റെ അഭിമാനം എന്താണെന്ന് എനിക്കറിയാം. ഇനി പിന്നെ ഒരു മോശം സ്ത്രീയോട് എന്താണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് പബ്ലിക്കിൽ പെരുമാറേണ്ടത് എന്നുള്ളതും എനിക്കറിയാം. ഒരു ജോലി സ്ഥലത്ത് ഒരു ലേഡി എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ ചെയ്താക്കെതിരെ മേലധികാരി എന്ത് ചെയ്യണം എന്നുള്ളതും എനിക്കറിയാം. അപ്പം എന്നെ ഈ പ്രതിഷേധത്തിലേക്കും ഏതെങ്കിലും ഒരു സംവിധാനത്തിലേക്കെല്ലാം എത്തിച്ചത് ആരാണ്? മേലധികാരിയാണ്. പിന്നെ ഇവരെ കണ്ണിൽ എനിക്കുള്ള പീഡനത്തിന് തീവ്രത കുറവാണ്. അതായത് നല്ല തീവ്രതയില്ല കാര്യങ്ങൾക്ക് മാത്രമേ ഇടപെടൂ. അപ്പം എനിക്കുണ്ടായ പ്രശ്നത്തിന് തീവ്രത കുറവാണ്. അതിനിപ്പം തീവ്രമായൊരു പീഡനം ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഉണ്ടായ പീഡനത്തിന് തീവ്രത കുറവാണ്. നല്ല തീവ്രത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കാണാൻ ആൾ വരൂ, മാധ്യമങ്ങൾ വരൂ. ഒന്നിക്കലും നമുക്കൊരു 10 വെട്ട്, അല്ലെങ്കിൽ നമ്മളൊരു കൂട്ട ബലാത്സംഗം, അല്ലെങ്കിൽ നമുക്ക് അതുപോലെ വാർത്താ പ്രാധാന്യം ഉണ്ടെങ്കിൽ മാത്രമേ ചാനലുകാരൊക്കെ വരൂ. ഇപ്പം എനിക്കുണ്ടായ പീഡനത്തിന് കാഠിന്യം കുറവാണ്. അതായത് ജോലി സ്ഥലത്ത് കുട്ടികളെ കൂടി 100-300 സ്റ്റാഫിൻ്റെ കൂടി 3000-ഓളം കുട്ടികളെ മുന്നിലും എൻ്റെ നഗ്നതാ പ്രദർശനം ഉണ്ടെന്ന് എൻ്റെ ക്ലാസ്സിന് മുന്നിൽ എഴുതി വെച്ച് ആ സംഭവത്തിന് തീവ്രത വളരെ കുറവാണ്. CCTVയിൽ എവിഡൻസ് കിട്ടിയിട്ടും കേസെടുക്കാത്തതും തീവ്രത കുറവുള്ളത് കൊണ്ടാണ്. പോലീസ് സ്റ്റേഷനിൽ നീതി കിട്ടാത്തതും തീവ്രത കൊണ്ടാണ്. വകുപ്പിന് നീതി കിട്ടാത്തതും തീവ്രത കുറവില്ലത് കൊണ്ടാണ്. എല്ലാം തീവ്രത കുറവില്ലത് കൊണ്ടാണ് കിട്ടാത്തത്. അപ്പം ഞാൻ കുളിക്കും. അപ്പം ഇപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ തീവ്രത അളന്ന ലേഡീസൊക്കെ ഉണ്ട്. ചില കാര്യത്തിൽ തീവ്രത, അതായത് പീഡനത്തിൻ്റെ തീവ്രത അളന്ന ലേഡീസൊക്കെ നമ്മളെ നാട്ടിലുണ്ട്. അങ്ങനെ എൻ്റെ തീവ്രത അളക്കാൻ അത്ര VIPs ഒന്നും വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ തീവ്രത അളക്കാൻ ചില മാധ്യമങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചു. അപ്പോൾ എൻ്റെ തീവ്രതക്ക് കാഠിന്യം കുറവായതുകൊണ്ടും, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു. ഞാനേ ഇത്രയും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഞാനൊന്ന് ആത്മഹത്യ ചെയ്താൽ മതിയായിരുന്നു. അപ്പം എല്ലാവരും വരും, ഈ കാര്യത്തിന് തീവ്രത കൂടും. പക്ഷെ 2 ആഴ്ചത്തേക്ക് ആ തീവ്രത ഉണ്ടാവും. നമ്മൾ ജീവിച്ചിരുന്ന് പോരാടുമ്പം എത്രത്തോളം എൻ്റെ ഹൃദയത്തിനും എനിക്കും തീവ്രത ഉണ്ടായിനെന്ന് തെളിയിക്കാൻ ഉത്തരവാദിത്വം ആയിരിക്കുന്നുണ്ട്? എനിക്കുണ്ടായ പ്രയാസത്തിൻ്റെ തീവ്രത തെളിയിക്കാനില്ലേ ഉത്തരവാദിത്വം എനിക്കുണ്ട്, അല്ലേ? ഉണ്ട്. അതുകൊണ്ട് ഒളിച്ചോടാൻ പാടില്ല, ആത്മഹത്യ ചെയ്യാൻ പാടില്ല, ഒന്നും പാടില്ല. ആരെങ്കിലും ഗുണ്ടായിസത്തിന് ഇരയായിട്ട് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുണ്ടായ തീവ്രത പുറം ലോകം എങ്ങനെ അറിയും? വെട്ടും കുത്തും കൂട്ട റേപ്പും ഉണ്ടായാലും
റാഗിങ് ഉണ്ടായാലും മാത്രമേ മാധ്യമങ്ങൾ വരുമെന്നും ഉന്നതർ ഇടപെടുന്നു എന്ന് വിചാരിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റൂല. അപ്പം നമുക്കുള്ള തീവ്രത തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ആയിരിക്കുന്നുണ്ട്, നമുക്കുണ്ട്. പിന്നെ ഈ തീവ്രത തെളിയിക്കുന്നത് നമ്മളെപ്പോൾ നിയമം മൂലം മാത്രം നീങ്ങിയിട്ടേ കാര്യമുള്ളൂ. എന്നെ ഒരുപാട് സർക്കാർ ഓഫീസിലെ ലേഡീസ് ഒരാഴ്ചയായിട്ട് വിളിക്കുന്നുണ്ട്, വിദേശത്തുനിന്ന് വിളിക്കുന്നു. ലോകം മുഴുവനുള്ള മലയാളീസ് നിഷ്പക്ഷമായിട്ടുള്ളവർ ഒരുപാട് ആൾ സഹായം വേണോ, സാമ്പത്തിക സഹായം വേണോ, കേസുമായിട്ട് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും സഹായം വേണോ, സസ്പെൻഷനിലാണെങ്കിലും നിങ്ങൾക്ക് പൈസ കിട്ടൂലല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണം. ഞങ്ങൾക്കിവിടെ ഇത് സൗദിയിൽ നിന്നും ഒമാനിൽ നിന്നെല്ലാം ഇന്നലെ വന്ന മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്കിവിടെ സംഘടനയുണ്ട്, മലയാളി ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങളെ പ്രയാസം അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ചെറിയൊരു എമൗണ്ട് എടുത്താൽ തന്നെ നിങ്ങൾക്ക് അത് പിന്നെ ജോലി ഇല്ലാത്ത സമയത്തും കേസും ഒക്കെ പോകാനായിട്ടുള്ള സഹായമാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹിൻഡ് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ഒരുപാട് ആൾക്കാർ. അവർക്ക് കുറച്ചെങ്കിലും തീവ്രത മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒന്നുമില്ലാത്ത, അന്ധമായിട്ടുള്ള പൊളിറ്റിക്സ് ഇല്ലാത്ത സാധാരണ മനുഷ്യന്മാർക്ക്, സാധാരണ തെരുവ് പട്ടിയൊക്കെല്ലാം ഈ സംഭവം പിടികിട്ടിയിട്ടുണ്ട്. കാരണം ഇന്നലെ എന്നെ ഒരു പട്ടി കണ്ടപ്പം വന്ന് മണപ്പിക്കുന്നുണ്ട്, ഒരു നാടൻ പട്ടി. അപ്പം അത് എൻ്റെ പ്രയാസം അനുഭവിക്കുന്നത് കൊണ്ട് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞതാണെന്നും കൂടി ഞാൻ സംശയിച്ചു പോയി. അത്രയും ഭയങ്കര സംഭവമാണ് ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും. അപ്പം പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും പിന്നെ തുല്യ ശക്തിയോടെ ഏറ്റുമുട്ടുക, നമ്മൾ നല്ല നിലയിൽ മുന്നോട്ട് പോവുക, നമുക്കുണ്ടായ പിന്നെ കാര്യത്തിൻ്റെ തീവ്രത നമ്മൾ തന്നെ പരിഹരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഒരിക്കലും ഒളിച്ചോടാനോ ആത്മഹത്യ ചെയ്യാനോ ഒന്നും പാടില്ല. അല്ലെങ്കിൽ ഇനി അഥവാ നമുക്ക് ഒട്ടും സഹികെട്ടിട്ട് ശരിക്കും ആത്മഹത്യ ചെയ്യൂ. എന്തെന്നറിയോ, നമുക്ക് ഈ പിന്നെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുക, ബന്ധുക്കളെ ഒറ്റപ്പെടുത്തുക, മക്കൾക്ക് പ്രയാസം ഉണ്ടാവുക, പിന്നെ സ്ഥാപനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുക, ഒപ്പ് ശേഖരണം നടത്തുക, നഗ്നതേൻ്റെ സ്ത്രീയാണ്, നഗ്നതേൻ്റെ പ്രതീകമാണ്, കുളിസീനാണ്, പിന്നെ ചെറിയ ചെറിയ സോഷ്യൽ മീഡിയാസ് നമുക്കെതിരെ അലിഗേഷൻസ്, കാര്യങ്ങൾ അറിയാത്ത അലിഗേഷൻസ് ഉണ്ടാക്കുക. ഇതെല്ലാം ശരിക്കും ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ചെയ്താൽ നമുക്കുണ്ടായ പീഡനത്തിൻ്റെ തീവ്രത മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല. പിന്നെ നിങ്ങൾ തീവ്രതയോടെ എന്നെ അറ്റാക്ക് ചെയ്യൂ, അങ്ങനെ തീവ്രതയോടെ നിങ്ങൾ എന്നെ ഒന്ന് പീഡിപ്പിക്ക്. ഞാൻ ആ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പം എന്തുണ്ട്, എൻ്റെ ഈ വീട്ടിൻ്റെ മുന്നിലായിരിക്കും ആര് വരിക, തീവ്രത അളക്കുന്ന പിന്നെ തീവ്രത അളക്കുന്ന മാപിനി, തീവ്രമാപിനിയൊക്കെ ആയിട്ട് നേതാക്കന്മാരും പിന്നെ കൂടെ ജോലി ചെയ്യുന്നവരും എല്ലാം സർക്കാരിൻ്റെ പൈസയിൽ എണ്ണ അടിച്ചിട്ട് സർക്കാർ ബസ്സൊക്കെ ആയിട്ട് നമ്മളെ കണ്ടിട്ട് ഇങ്ങനെ വണങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ തീവ്രത അളക്കുന്ന ഒരു ദിവസം അതായിരിക്കും. അനങ്ങാതെ കിടക്കുമ്പോൾ നമ്മളറിയാതെ നമ്മളെ തീവ്രത അളന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളിങ്ങനെ ഡെഡ് ബോഡി ആയിട്ട് കിടക്കുമ്പോൾ നമ്മളെ തീവ്രത നിങ്ങൾ എന്തിനാ അളക്കുന്നത്? ആ അളവിൽ എന്ത് കാര്യം? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തീവ്രത കാണിച്ചു കൊടുക്കണം. ഇതെനിക്ക് മുഴുവൻ പിന്നെ പീഡനം അനുഭവിക്കുന്ന, സർക്കാർ സ്ഥാപനത്തിൽ പീഡനം അനുഭവിക്കുന്ന, തൊഴിലിടങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ലേഡീസിൻ്റെ അടുത്താണ് പറയാനുള്ളത്. ഇനി നമുക്ക് കുളിച്ചുകൊണ്ട് പറയാം. കുളി വിട്ട കേസില്ല. എൻ്റെ ദേഹത്തൊഴിക്കുന്നതിന് മുന്നേ ഞാൻ എപ്പം പ്രകൃതിക്ക് കൊടുക്കും. പ്രകൃതിക്ക് ഫ്രൂട്ട്സ് ഒന്നും പറിക്കാറില്ല, ഇത് പക്ഷികളെ കൊണ്ടുപോവുക. അപ്പോൾ ഞാൻ അടുത്ത കാര്യം പറയാം. അപ്പോൾ തീവ്രത ഒരിക്കലും നിങ്ങൾ അളക്കേണ്ടതല്ല. എൻ്റെ തീവ്രതയും എൻ്റെ മാനവും ഒന്നും നിങ്ങൾ അളക്കേണ്ടതല്ല. നിങ്ങൾ അളക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ എന്താ അളക്കേണ്ടത്? ഒരാൾക്കുണ്ടായ സംഭവത്തിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം, ഈ നമുക്കുണ്ടാകുന്ന പീഡനം ഉണ്ടല്ലോ, ഈ പീഡനത്തിന് കാരണക്കാരായ ആൾക്കാരെ നിങ്ങൾ സമൂഹം പുറത്തേക്ക് കൊണ്ടുവരിക. നിങ്ങളല്ല എൻ്റെ തീവ്രത പിന്നെ പറയേണ്ടത്.
പിന്നെ എന്നെ തീവ്രമായിട്ട്, എന്നെ അതികഠിനമായിട്ട് തീവ്രമായിട്ട് എന്നെ പീഡിപ്പിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളെ. എന്നെ ഒന്ന് തീവ്രമായിട്ട് പീഡിപ്പിക്കുക. ഇതെൻ്റെ വീടാണ്, എൻ്റെ സ്വന്തം പേരിലുള്ള വീടാണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്നെ ഒന്ന് തീവ്രമായിട്ട് പീഡിപ്പിക്കുക. അതിന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഈ തീവ്രമായ പീഡനത്തിന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുവാണ്. മുടിയിൽ വെള്ളമൊഴിക്കുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ശബ്ദം വളരെ നല്ലതാണ്, എൻ്റെ മൊത്തത്തിൽ നല്ലതാണ് തന്നെ അഭിപ്രായം. ശബ്ദം കുറച്ചും കൂടി നല്ലതാണ്, ക്ലാരിറ്റി ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ നഗ്നത അളക്കുന്നതും ഒരാൾക്കുണ്ടായ വിഷമം അളക്കുന്നതൊന്നും സമൂഹത്തിൽ ഈ അനുഭവിക്കാതെ ഗുണ്ടായിസം കളിച്ച് മേലെ ഇരുന്ന് പണം ഉണ്ടാക്കുന്നവനും അന്ധമായ രാഷ്ട്രീയം കളിക്കുന്ന മേലധികാരിയും നല്ല ഒരാളെ വിഷമത്തിൻ്റെ തീവ്രത അളക്കുന്നത്. നിങ്ങളെ പറ്റുമെങ്കിൽ തീവ്രതയോടുകൂടി ഒന്ന് എന്നെ പീഡിപ്പിക്കുക. ഒരു തീവ്രമായ പീഡനം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാനൊരു 30 വർഷമായിട്ട് തീവ്രമായ പീഡനം തന്നെ അനുഭവിക്കുന്നത്. ഇതിൽ കൂടുതലൊരു തീവ്രമായ പീഡനമൊന്നും ഞാൻ ഇനി വരാൻ എൻ്റെ ലൈഫിലില്ല. പിന്നെ നിങ്ങളെപ്പോഴും കുത്തുമ്പോഴും നോവിക്കുമ്പോഴും കാരമുള്ളുണ്ടോ സൂചിയുണ്ടോ മുട്ടുസൂചിയുണ്ടോ ഒക്കെ ശരീരത്തിൽ ഇങ്ങനെ കുത്തിട്ട് പോകുമ്പോൾ നിങ്ങൾ അനുഭവിക്കണം. വലിയ തൂമ്പിയുണ്ട് വെട്ട് കിട്ടിയ ആളെ നിങ്ങൾ കുത്തുന്നു, വെട്ട് കിട്ടിയ ആളെയാണ് നിങ്ങൾ കുത്തുന്നത്. അത് ചിന്തിക്കാതെ ഒരാളെ ദ്രോഹിക്കാൻ ഇറങ്ങി എങ്ങനെയുണ്ടാവും? ഇങ്ങനെയുണ്ടാവും. അതായത് കാര്യം അറിയാതെ, ഒരാളെ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ സോഷ്യൽ മീഡിയ വഴിയും രാഷ്ട്രീയം ഉപയോഗിച്ചിട്ടും ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്നറിയോ? ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്ന സ്ത്രീക്കും എന്തായാലും ഒരു ദിവസം 10 ആണുങ്ങളെ കൂടെ കിടന്ന് ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടായ സ്ത്രീക്കും അവരവരതായ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അത് നമ്മളെ കല്യാണം കഴിക്കുന്ന പുരുഷൻ ആലോചിക്കണം, നമ്മളെ നേരെ എഴുതി വെക്കുന്ന പുരുഷൻ ആലോചിക്കണം, നമുക്ക് നേരെ അന്ധമായ രാഷ്ട്രീയം കളിച്ചിട്ടിരിക്കുന്ന മേലധികാരിയും ചിന്തിക്കണം. എങ്ങനെയുള്ള സ്ത്രീക്കും, നഗ്നത മൊത്തം പ്രദർശിപ്പിക്കുന്ന സ്ത്രീക്ക്, 10 ആളെ കൂടെ ഒരു ദിവസം കിടക്കുന്ന സ്ത്രീക്ക്, അല്ലെങ്കിൽ ആണുങ്ങളെ സഹായം ഇല്ലാതെ ജീവിച്ചു എന്നില്ല, തെറ്റ് ചെയ്തു എന്നില്ല ഒരു സ്ത്രീക്ക്, എന്തായാലും അവർക്ക് അവരുടേതായ എല്ലാ തീരുമാനങ്ങളും ഉണ്ടാവും. അതും കൂടി നിങ്ങൾ മാനിക്കണം. മനസ്സിലായല്ലോ? നിങ്ങൾ ഒരാളെ തീവ്രത അളക്കുമ്പോൾ അവരെ എല്ലാ സാഹചര്യം കൂടി മാനിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും, ഇതുപോലെയുള്ള തെറിവിളികൾ ഉണ്ടാവും, ഇതുപോലെ കുളിസീൻ ഉണ്ടാവും. എൻ്റെ ചാനലിൽ ഞാൻ ഇന്ന് വരെ ഒരു കുളിസീൻ ഇട്ടിട്ടില്ല, കേട്ടല്ലോ. എൻ്റെ ചാനലിൽ ഞാനൊരു കുളിസീനേ ഇട്ടിട്ടില്ല. എൻ്റെ ചാനലിൽ ഞാനൊരു നഗ്നത ഇട്ടിട്ടില്ല. ഞാൻ എന്നോട് ഒരുപാട് റെസ്പെക്റ്റുള്ള കുട്ടികളെ മുന്നിൽ മിസ്സേ എന്ന് വിളിച്ചിട്ട് പേഴ്സണൽ കാര്യവും വിഷമങ്ങളും എല്ലാം പറയുന്നുണ്ട്. നമ്മളെ കോളേജിലൊരു ഷീ ഉണ്ട്, ആ ഷീൻ്റെ അടുത്ത് ആരും പോവാറില്ല. ഒരു പെൺകുട്ടി ഒരു ദിവസം എന്നോട് വന്നിട്ട് പറയാം, മിസ്സേ എനിക്ക് ഇന്ന പോലെയൊക്കെ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു അതിങ്ങനെ ഇന്ന ആളെടുത്ത് പറയണമെന്ന്. അവരങ്ങനെ കണ്ടാൽ വലിയ മൈൻഡൊന്നുമില്ലാന്ന്. അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് കുട്ടികൾ ആ കോളേജിലുണ്ട്. അവർ ചില ചട്ടക്കൂടുകൾ കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാത്ത ചില ചട്ടക്കൂടുകളുമുണ്ട്. അവരെല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സബ് ചെയ്തിട്ടുണ്ട്, മിസ്സേ വീഡിയോ കാണാറുണ്ട്, എന്തുകൊണ്ട് ലൈവ് ഇടാത്ത? ഞങ്ങൾക്കൊരു മോട്ടിവേഷനാണ് മിസ്സിൻ്റെ സംസാരം, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാത്ത? ഞങ്ങൾക്ക് മിസ്സിൻ്റെ സംസാരം ഇഷ്ടമാണ്, എന്തുകൊണ്ടാണ് യൂട്യൂബിൽ വരാത്തതെന്ന് ചോദിച്ച് 100 കണക്കിന് കുട്ടികൾ എൻ്റെ സ്ഥാപനത്തിലുണ്ട്. അവർ ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന തന്നെ വിശ്വസിക്കുന്നതാണ് ഞാൻ. അവർ പരസ്യമായിട്ട് വരാത്തത് ചില ഗുണ്ടകളെ ഇഞ്ചക്ഷൻ കാരണമാണ്, ചില ഗുണ്ടകളെ നിർദ്ദേശം കാരണമാണ് അവർ എനിക്കെതിരെ പ്രതികരിക്കാത്തത്. എൻ്റെ മക്കളായാലും എൻ്റെ ബന്ധുക്കളായാലും എൻ്റെ കുട്ടികളായാലും എല്ലാവരും എൻ്റെ കാര്യം മനസ്സിലാക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ഒരു ദിവസമുണ്ട്. എൻ്റെ പലയാളും വിളിച്ചിട്ട് അതാ പറയുന്നത്, വിദേശത്തു നിന്നായാലും നിയമത്തിൻ്റെ മുന്നിലുള്ളവരായാലും പല ലേഡീസും പല പീഡനം അനുഭവിച്ച സ്ത്രീകളും പറയുന്നത്, നിങ്ങളെ അന്വേഷിച്ചിട്ട് മാധ്യമങ്ങളും നിങ്ങളെ ബന്ധുക്കളും എല്ലാവരും നിങ്ങളെ അന്വേഷിച്ചിട്ട് വരുന്ന ഒരു ദിവസം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആത്മഹത്യ ചെയ്യാത്തതും നാട് വിടാത്തതും. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ പീഡനം ഒരുപാട് അനുഭവിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഞാൻ ഇതുപോലെ കുളിസീനൊക്കെ ഇടുന്നത് എന്തുകൊണ്ടാണ് കുളിസീൻ ഇടുന്നത്? എന്തുകൊണ്ടാണ് കുളിസീൻ ഇടുന്നത്? ഇല്ല,
ഇല്ലാത്ത കുളിസീൻ ഉണ്ടാക്കി, ഇല്ലാത്ത കുളിസീൻ ഉണ്ടാക്കി, ഇല്ലാത്ത നഗ്നത ഉണ്ടാക്കി. സ്വന്തം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പിന്നെ എനിക്കെതിരെ പിന്നെ ഇത് വെച്ചു. എന്ത് വെച്ചു? കുട്ടികളുടെ മുന്നിൽ എനിക്കെതിരെ പോസ്റ്റ് വെച്ചു. കുട്ടികൾ വീഡിയോ എടുത്തിട്ട് പോന്ന്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം. എൻ്റെ അഭിമാനത്തിൻ്റെയും എൻ്റെ മാനസിക പ്രശ്നത്തിൻ്റെയും കാഠിന്യം, പിന്നെ ആഴം, ഗൗരവം എല്ലാം അളക്കാൻ ഒരാളെ വിട്ടോ. നിങ്ങൾ തീവ്രത അളക്കാൻ ഒരാളെ വിട്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ലജ്ജിച്ചിട്ട് ഇങ്ങനെ ഈ നാട്ടിൽ കുറേ ലേഡീസ് ജീവിക്കുന്നത്? എന്തിനാ ജീവിക്കുന്നത്? തീവ്രത അളന്നോളൂ. നിങ്ങൾ എൻ്റെ തീവ്രത അളക്ക്. ഈ ലോകത്തൊരാൾക്കും എൻ്റെ തീവ്രത അളക്കാൻ ഇനി ഒരു മാപിനെ കണ്ടുപിടിക്കണം. നിങ്ങൾ ഇനി ഒരു തീവ്രമാപിനെ കണ്ടുപിടിച്ചാലും നിങ്ങൾക്ക് എൻ്റെ തീവ്രത അളക്കാൻ പറ്റൂല. എൻ്റെ തീവ്രത ലോകത്തൊരാൾക്ക് അളക്കാൻ പറ്റൂല. എൻ്റെ ഓരോ ദിവസത്തെ കുളിയും ഇതുപോലെ ഉള്ള സത്യങ്ങൾ ഉള്ള നഗ്നമായ സത്യങ്ങൾ വ്യക്തമായ എവിഡൻസ് ഉണ്ടായിട്ടും പ്രതികരിക്കാതെ പിന്നെ പ്രതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലേഡീസിനെ, തൊഴിൽ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ലേഡീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംഘടനക്കും മേലധികാരിക്കും പിന്നെ അനങ്ങാതിരിക്കുന്ന പിന്നെ രണ്ടും കെട്ട രീതിയിൽ അനങ്ങാതിരിക്കുന്ന ലേഡീസിനും തീവ്രത ചോദിക്കാൻ ഒരുത്തി ഇങ്ങോട്ട് കയറൂല. അത് വേറെ കാര്യം. അങ്ങനെ എൻ്റെ തീവ്രത നിങ്ങളിലൂടെ നിങ്ങൾ അളക്കാൻ നോക്കുന്ന അവർക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ വീഡിയോ, എല്ലാ ദിവസവും വീഡിയോ ഉണ്ട്. അത് കുളിച്ചുകൊണ്ടും പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നഗ്നത കാണിച്ചുകൊണ്ടുമാണ്. കാരണം നിങ്ങൾ പറഞ്ഞ നഗ്നത എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ എവിടെയില്ല. ഇപ്പോൾ ഒരു 10 ദിവസമായിട്ട് കുറച്ച് നഗ്നത ഉണ്ടെങ്കിലും, കുറച്ച് കുളിസീനുണ്ടെങ്കിലും, കുറച്ച് വൾഗാരിറ്റി ഉണ്ടെങ്കിലും നിങ്ങൾ സഹിച്ചോ, നിങ്ങൾ കഴിയുന്ന പോലെ ചെയ്തോ. എനിക്കത് എൻ്റെ ജീവിതത്തിൽ ഒരു വിഷയമേ അല്ല. ഞാൻ ഒരുപാട് ചിത്രലേഖമാരെയും ഒരുപാട് പിന്നെ കോഴിക്കോട് ഒരു ലേഡി ഉണ്ടായിരുന്നു, അവരെ പറമ്പിലെ തേങ്ങ വരെ പറിക്കാൻ പറ്റാത്ത. നീലേശ്വരം ഒരു ലേഡി ഉണ്ടായിരുന്നു, അവരെ പറമ്പിലെ തേങ്ങ പറിക്കാൻ പറ്റാത്ത. അവരെ പറമ്പിലെ തേങ്ങയെല്ലാം മറ്റാരോ പറിക്കുന്ന ഒരു സമൂഹം. കോഴിക്കോട് മുന്നേ ഒരു ലേഡി ഉണ്ടായിരുന്നു, ഞങ്ങളെ നാട്ടിലൊരു ചിത്രലേഖി ഉണ്ടായിരുന്നു. ഇന്നും അവരെല്ലാം ഇരകളാണ്, നീതി കിട്ടാത്ത ഇരകൾ. ഞാൻ ആരോടും പരസ്യമായിട്ട് പ്രതിഷേധിക്കാൻ പോയിട്ടില്ല, ഞാൻ ആരും ഉപദ്രവിക്കാൻ പോയിട്ടില്ല. ഞാനായിട്ട് അങ്ങോട്ടൊന്നും ഒന്നിനും പോവാതെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ രാവിലെ പോകുമ്പോഴേക്ക് എഴുതിയിട്ടാക്കും നീതി. എനിക്ക് നീതിയില്ല, അവനും സസ്പെൻഷൻ, എനിക്കും സസ്പെൻഷൻ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ കുളിക്കും, നമ്മൾ ചിലപ്പോൾ കുളിക്കാതിരിക്കും, നമ്മൾ ചിലപ്പം നഗ്നത കാണിക്കും, നമ്മൾ ചിലപ്പം പിന്നെ നമ്മളെ പ്രതിഷേധം പല രീതിയിൽ മാറ്റും. ചിലപ്പം നമ്മളെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിലേക്ക് പോകും, നമ്മളെ പ്രതിഷേധം പല രൂപത്തിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇതൊരു വേറിട്ട പ്രതിഷേധം എന്ന് എല്ലാവരും പറയുന്നു. വേറിട്ട പ്രതിഷേധം ഒന്നല്ല ഇത്, ഒരു തരത്തിലും വേറിട്ടതൊന്നുമല്ല. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കുളിക്കുന്നു, എൻ്റെ നഗ്നത ഞാൻ കാണിക്കുന്നു. അതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ? എൻ്റെ നഗ്നത കാണിക്കണോ, ഞാൻ കുളിക്കണോ? ഇതൊക്കെ എൻ്റെ വിഷയമാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് മക്കളില്ലേ. ഈ മക്കള് ഇവരെ അതിതീവ്രമായ ഗുണ്ടായിസം തന്നെ കണ്ട് വളർന്ന മക്കളാണ് എൻ്റെ മക്കൾ. അതിതീവ്ര ഗുണ്ടായിസം. എനിക്കുണ്ടായ പീഡനത്തിന് മാത്രമേ തീവ്രത കുറവുള്ളൂ. ഞാൻ നേരിട്ടതൊക്കെ എൻ്റെ മക്കൾ കാണുന്നുണ്ട്. ഞാൻ നേരിട്ട് അതിസാഹസികമായ എൻ്റെ ലൈഫ്, പിന്നെ രാത്രി വാതിൽ മുട്ടിയതും വരുമോ തരുമോ കണ്ടോ എന്ന് ചോദിക്കുന്ന എല്ലാ സംഭവങ്ങളും 3 വയസ്സ് മുതലുള്ള മോള് കണ്ട് വളർന്നതാണ്. എൻ്റെ വീട് ചുറ്റി ഞാനൊരു 2 പട്ടിക്ക് ചോറ് കൊടുക്കുന്നതിൻ്റെ മേലെ വീട് ചുറ്റിയിട്ട് പറഞ്ഞു, ഇത് വീട് ചുറ്റുന്നത്, വീട് വളയുന്നത്. പറഞ്ഞ് ഇവിടെ പറ്റൂല, ഇത് VIP ഏരിയ എന്ന്. അപ്പം എൻ്റെ മോൻ ഉള്ളിന്ന് ജനൽ പിടിച്ച് കരയുന്നു, വളരെ ചെറുതിൽ. ഇത്രയൊന്നും തീവ്രത എന്നെ ഇന്ന് ഉപദ്രവിക്കുന്ന നാറികൾ എത്ര തന്നെ മുറിവേൽപ്പിച്ചാലും അത്ര തീവ്രത എനിക്കുണ്ടാവില്ല. കൊല്ല, പക്ഷെ തോൽപ്പിക്കാനാവില്ല. നിങ്ങൾ കൊന്നോ, നിങ്ങൾ തീവ്രമായിട്ട് കൊന്നോ, നിങ്ങൾ തീവ്രമായിട്ട് റേപ്പ് ചെയ്തോ, നിങ്ങൾ തീവ്രമായിട്ട് പീഡിപ്പിച്ചോ, നിങ്ങളെന്തിനാ ചുമരെഴുത്തിൽ ഒതുക്കിയത്? നിങ്ങളൊരു കൂട്ട ബലാത്സംഗം ചെയ്യായിരുന്നില്ലേ? അപ്പം മീഡിയാസ് വരും, പിന്നെ മാധ്യമങ്ങളെല്ലാം ഉണരും, പിന്നെ ഒരു വിജ്ഞാപനം മേലെന്നുണ്ടാവും, പ്രതിനെ എത്രയും പെട്ടെന്ന് പിടികൂടുന്നതാണെന്ന്. എന്നിട്ട് പ്രതിക്കോ AC റൂമിലായിരിക്കും അവൻ്റെ ട്രീറ്റ്മെൻറ്റ്.
AC റൂമിലായിരിക്കും അവൻ്റെ സുഖം. നഷ്ടപ്പെട്ടത് നമുക്കാണ് തീവ്രത. പ്രതി എപ്പോഴും ഹൈ ലെവലിലായിരിക്കും. ഈ പോലീസ് സ്റ്റേഷനിലും ജയിലിലൊക്കെ മേലെ നിന്നുള്ള വിളി ഉണ്ടെങ്കിൽ അവർ VIPs തന്നെയായിട്ട് ജീവിക്കുക. അതുകൊണ്ടാണല്ലോ അവരുടെ കാര്യത്തിന് തീവ്രത കുറവും, പിന്നെ അവർക്ക് തീവ്രത കൂടും, അവരത്രയും പരിഗണിക്കും. നമ്മളെ കാര്യത്തിന് തീവ്രത കുറയുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലെയുള്ള മാന്യന്മാരെ മാന്യമായിട്ട് സത്യസന്ധമായിട്ട് ശിക്ഷിച്ച് ഇവർക്ക് പണി വാങ്ങി കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെയുള്ള ഇവർ ചുമരെഴുത്ത് സഹിക്കണ്ട. ഭർത്താവില്ലാണ്ട് എങ്ങനെ ജീവിക്കുന്ന ഒപ്പിക്കുന്നതെന്ന് ചോദിക്കണ്ട. കൊള്ളാലോ ഈ കൊള്ളാലോ എന്ന് പറയുമ്പോൾ അവരെ നോട്ടം എങ്ങോട്ടായിരിക്കുന്നറിയോ? ഇതാണ് സമൂഹം, ഇതാണ് ലൈംഗിക ദാരിദ്ര്യം. ഞാൻ ഇന്നലെ പറഞ്ഞ ലൈംഗിക ദാരിദ്ര്യമുള്ളവരുണ്ട് തൊഴിലിടങ്ങളിൽ നിന്ന്. അത് ഞാൻ പറയും, അത് എണ്ണി പേരടക്കം ഞാൻ പറയും. ലൈംഗിക ദാരിദ്ര്യക്കാരെ പേര് ഞാൻ എണ്ണി പറയും നിങ്ങളോട്. അതിനുള്ള ദിവസങ്ങളാണ്. ഞാൻ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. എൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ പറയാൻ ഞാൻ ഇന്നാണ് ഫ്രീ ആയത്. ഇത് മുഴുവൻ ചെയ്യിപ്പിക്കുന്നത് എൻ്റെ എൻജിനീയറിംഗ് കോളേജിലെ മേലധികാരി രാജേഷ് K എന്ന് പറയുന്ന അനധികൃത പ്രിൻസിപ്പാളാണ് എന്നെ കൊണ്ട് ഇത് മുഴുവൻ ചെയ്യിപ്പിക്കുന്നതും സമൂഹത്തിനോട് ഇത് വിളിച്ചു പറയാൻ എനിക്ക് സൗകര്യം തന്നതും നമ്മളെ വ്യവസ്ഥിതിനെ ചോദ്യം ചെയ്യുന്നതും മേലാളന്മാർക്കെതിരെ പ്രതികരിക്കാനെല്ലാം ഒറ്റ കാരണം രാജേഷ് K എന്നാണ്. ഇത് മറിയം വഴി യേശുവിലേക്ക് എന്ന് പറഞ്ഞ പോലെ ഒരു വഴിയിലേക്ക് എത്തിയതാ. മനസ്സിലായല്ലോ? നമ്മൾ താഴെയുള്ള ആൾ വഴി മേലോട്ട് പോകുന്നെന്ന് പറയുന്നില്ലേ? അതെന്തിനാ? നമ്മളെ ലക്ഷ്യം കാണാം, നമ്മളെ നല്ലെടുത്തെത്താൻ. നമ്മൾ ദൈവത്തിലേക്ക് എത്തുന്നതെന്ന് പറയുന്നത് ആ വഴി തന്നെ പോകണം, അല്ലേ? നമ്മൾ വേഗം ഓടിപ്പോയിട്ട് പറ്റൂല. നമ്മൾ ആ കല്ലും മുള്ളും എല്ലാം ചവിട്ടി പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങിയാലേ നമുക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തൂ. ആ എത്താനുള്ള വഴി ആരാ തുറന്നു തന്നത്? ഇതുപോലില്ലേ അന്ധത ബാധിച്ച മേലധികാരികൾ. ഇതുപോലെ പ്രതികരിക്കാനും ഇതുപോലെ സംസാരിക്കാനും ഇതുപോലൊരു ഫ്രീഡും ഇതുപോലൊരു സ്പേസും എനിക്കുണ്ടാക്കി തന്നത് എൻ്റെ മേലധികാരി. കുളിക്കാത്ത കുളിസീനുണ്ട് പറഞ്ഞു, നഗ്നതയില്ലാത്ത നഗ്നതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രതിഷേധം ഇനി അത് കാണിച്ചിട്ട് തന്നെ ആവട്ടെ. അതിലെനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ എപ്പോഴും കുളിക്കുന്നത് ഞാൻ സ്വതവേ വീട്ടിൽ നിന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ കുളിസീനിടുന്നത് വളരെ സേഫായിട്ടാണ്. അതെൻ്റെ തീരുമാനമാണ്. എവിടെ കുളിക്കണം, എങ്ങനെ കുളിക്കണം, അതാ ഞാൻ പറഞ്ഞത്. സെക്രട്ടേറിയറ്റ് കുളിക്കണമെങ്കിലും ഇതേപോലെ ഞാൻ കുളിക്കും. ഞാൻ എവിടെ വേണമെങ്കിലും കുളിക്കും. ഈ കുളിയിൽ നിങ്ങൾ എന്ത് തീവ്രതയാണോ കണക്കാക്കുന്നത് അതും എനിക്ക് പ്രശ്നമല്ല. ലേഡീസിൻ്റെ തീവ്രത അളക്കുന്ന മാപിനി കണ്ടുപിടിച്ചിട്ട് വരട്ടെ. എൻ്റെ തീവ്രത അളക്കാനുള്ളത് ഇന്ത്യയും ലോകരാഷ്ട്രവും ഒന്നും എൻ്റെ മാനത്തിൻ്റെ തീവ്രത അളക്കൂല. എത്ര തന്നെ നമ്മൾ വളർന്നു എന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കിയാലും, നമ്മൾ എത്ര ചന്ദ്രനിലെത്തിയാലും, നമ്മൾ എത്ര ഉന്നതിയിലാണെന്ന് അവകാശപ്പെട്ടാലും, ലോകത്തിൽ 3-ാം സ്ഥാനമാണ് 5-ാം സ്ഥാനമാണെന്ന് അവകാശപ്പെട്ടാലും, ഒരു പെണ്ണിൻ്റെ മാനത്തിന് വില കൽപ്പിക്കാത്ത മേലുദ്യോഗസ്ഥനെ പോലെ ഒരു പുച്ഛൻ നീചൻ ഈ ലോകത്ത് എവിടെയുണ്ട്? എന്തിനാ നിങ്ങൾ ഇത്രമാത്രം അവകാശപ്പെടുന്നത്? ഒരു സ്ഥാപനത്തിൻ്റെ മേലെ കുറേ അവകാശപ്പെടുന്നത്, നാടിൻ്റെ മേലെ കുറേ അവകാശപ്പെടുന്നത്. എന്തിനാ നിങ്ങൾ അവകാശപ്പെടുന്നത്? ഒരു സ്ത്രീനെ പരസ്യമായിട്ട് അധിക്ഷേപിച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അവനെ കൂട്ടുനിന്നിട്ട് ലേഡീസിന് വേണ്ടിയിട്ട് നഗ്നതയുണ്ട് എന്ന് പറയുന്ന നിങ്ങൾക്ക് ഉളുപ്പ് വേണ്ടേ? കുറച്ച് ഉളുപ്പ് വേണ്ടേ? ഉളുപ്പുണ്ടെങ്കിൽ ഈ പണി മതിയാക്കിയിട്ട് പോട്. ഒരു സ്ത്രീ എനിക്കെതിരെ പ്രതിഷേധിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മതിയാക്കിയിട്ട് പോടുന്നേ. നിനക്ക് ഉളുപ്പുണ്ടെങ്കിൽ എൻ്റെ പ്രതിഷേധം ഞാൻ തുടർന്നുകൊണ്ടിരിക്കും. അത് കുളിച്ചിട്ടായാലും കിടന്നിട്ടായാലും ഇരുന്നിട്ടായാലും നിന്നിട്ടായാലും. വരുന്നേ ഉള്ളൂ എനിക്കെതിരെയുള്ളത്.